അപമാന ഭാരത്താൽ നെഞ്ചുലഞ്ഞ് ശിരസ്സു താണിരിപ്പുണ്ട്. ശരിയല്ലേ? എന്തൊക്കെയോ അപമാന ഭാരങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് തന്നെ വന്നു പോയൊരു പിഴവായിരിക്കും. ഒരു വേള, ഒരു വാക്കിന്റെ പിഴവ്, ഒരു തീരുമാനത്തിന്റെ പിഴവ്, ഒരു പ്രവൃത്തിയിൽ വന്നുപോയ തെറ്റ്, അതിന്റെ തുടർച്ചയായി വന്നു ഭവിച്ചൊരു അപമാനത്താൽ ദുഃഖിതരായിട്ടിരിക്കുന്നവരായിരിക്കും നമ്മൾ. ചിലപ്പോ നമ്മൾ അറിയാത്ത കാര്യത്തിന്, ഉദാഹരണത്തിന് എലിസബത്തിന്റെ കാര്യത്തിൽ, എലിസബത്തിന് കുഞ്ഞുണ്ടാകാത്തതിന് എലിസബത്തിന് എന്ത് ചെയ്യാൻ പറ്റും? വന്ധ്യത അവളെ തേടി വന്നതാണ്. നമുക്കറിയാത്ത കാര്യത്തിൽ നമ്മൾ സങ്കടപ്പെടുകയും മറ്റുള്ളവർ നമ്മളെ സങ്കടപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അത്തരം നേരങ്ങളിൽ ഈ വാക്യം ഓർക്കണേ: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ എൻ്റെ കർത്താവ് എന്നെ കടാക്ഷിച്ച് ദാ എനിക്കായി ഇത് ചെയ്തു തന്നിരിക്കുന്നു. എൻ്റെ കർത്താവിന് കഴിയും, നമ്മുടെ ദൈവത്തിന് കഴിയും. നമുക്കുള്ള അപമാനം മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം. ഇന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം: എലിസബത്തിന്റെ അപമാനം നീക്കിക്കളഞ്ഞ കർത്താവേ, ദാ നിന്റെ ദാസൻ, നിന്റെ ദാസി ഇന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്ന ഈ കാര്യത്തിന്റെ മേൽ കരുണ കാണിച്ച് എൻ്റെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന അപമാനത്തെ നീ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കണം.